കേരളത്തിൻ്റെ വികസന കുതിപ്പിന് കഴിഞ്ഞ 9 വർഷമായി വലിയ പങ്ക് വഹിച്ചതാണ് കിഫ്ബി. കിഫ്ബി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടിയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നൂതന പ്രൊഫഷണൽ സമീപനമുള്ള ഒരു നോഡൽ ഏജൻസിയായ കിഫ്ബി ഇന്ന് സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. കിഫ്ബി വഴി ഏറ്റവും അധികം ഫണ്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിലാണ്. PWD വഴി മാത്രം 511 പദ്ധതികൾ 33,101 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. പതിറ്റാണ്ടുകളായി നമ്മുടെ നാട് ആഗ്രഹിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമായത് കിഫ്ബി വഴിയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പിച്ച വികസന പദ്ധതികൾ കിഫ്ബി വഴി യാഥാർത്ഥ്യമായത് ഇപ്പോഴും നമുക്കൊരു അത്ഭുതമായി തോന്നുന്നതാണ്. കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പശ്ചാത്തല വികസനം സാധ്യമാക്കി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലടക്കം നല്ല വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നു. നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, നല്ല കെട്ടിടങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി. മുഖാന്തരം 511 പദ്ധതികളിലായി 33,101 കോടി രൂപ ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, 15 ഫ്ലൈ ഓവറുകൾ ഉൾപ്പെടെ ഇന്നുവരെ കാണാത്ത വൻ വികസന നേട്ടങ്ങളാണ് കിഫ്ബി വഴി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഡിസൈൻഡായ നിലവാരമുള്ള പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയിട്ടുള്ളത്. 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ മേൽപ്പാലങ്ങൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് കിഫ്ബി വഴിയാണ്. ഇവയ്ക്കെല്ലാം പുറമെ പൂർത്തീകരിച്ചതും പൂർത്തിയാക്കുന്നതുമായ 1,147 പദ്ധതികൾക്കായി 87,408 കോടി 62 ലക്ഷം രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്റർ വീതിയുള്ള 6-വരിപ്പാത NH66 ദ്രുതഗതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മലയോര പാത, തീരദേശ പാത എന്നിവയും കിഫ്ബി മുതൽ മുടക്കിലാണ് നടന്നുവരുന്നത്. റെയിൽവേ ഓവർബ്രിഡ്ജുകളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രധാന പങ്കാളിത്തം കിഫ്ബിയാണ്. ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട 5,580 കോടി രൂപയും കിഫ്ബി വഴിയാണ് നൽകിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചത് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്റർ വീതി 6 വരിയുള്ള NH66
ദേശീയപാതാ വികസനത്തിനായി 5550 കോടി രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി അനവധി റോഡുകൾ പൂർത്തിയായി വരുന്നു. അതിനുദാഹരണമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയായി വരുന്ന മലയോര തീരദേശ പാതകൾ. മലയോര ജനതയ്ക്കും തീരദേശ ജനതയ്ക്കും ഏറെ പ്രയോജനകരമാവുന്ന ഈ രണ്ട് പദ്ധതികളും കാലതാമസം കൂടാതെ ഉടൻ പൂർത്തിയാകുന്നതാണ്. സംസ്ഥാന രൂപീകരണം മുതൽ കേരള ജനത ആഗ്രഹിക്കുന്ന ഈ പാതകൾ പൂർത്തിയാവുന്നതോടെ ഒരു ജനതയുടെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബന്ധിപ്പിക്കുന്ന മലയോര പാത 13 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ പാത പൂർത്തിയാകുന്നതോടെ മലയോര ജനതയുടെ യാത്രാക്ലേശം ഏറെക്കുറെ പരിഹരിക്കുന്നതാണ്. ഇവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള പുതിയ വിപണികൾ കണ്ടെത്തുന്നതിനും ഇത് ഏറെ പ്രയോജനകരമായിരിക്കും. ഇതുകൂടാതെ ഉടനെ പൂർത്തിയാകുന്ന മറ്റൊരു പദ്ധതിയാണ് തീരദേശ ഹൈവേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 9 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തീരദേശ ഹൈവേ പൂർത്തിയാകുന്നതോടെ തീരദേശ മേഖലയിലുള്ള പൊതുജനങ്ങളുടെ യാത്രാക്ലേശവും പൂർണ്ണമായി പരിഹരിക്കാനാകും. അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ രണ്ട് പദ്ധതികളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കുന്നവയാണ്. കേരളത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തി പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും കിഫ്ബി മുഖാന്തരമാണ്. കേരളം പിറന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും വികസനത്തിന്റെ നേർക്കാഴ്ച വരച്ചു കാട്ടിയത് കിഫ്ബിയുടെ നേതൃത്വത്തിലാണ്. സ്ഥലമേറ്റെടുക്കലടക്കം കിഫ്ബി വഴി 15,000 കോടിയോളം രൂപയുടെ 100ഓളം പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു.
7200 കോടി രൂപയുടെ 132ഓളം പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയും സമയബന്ധിതമായി പൂർത്തിയാക്കുവാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിന് ഏറ്റവും വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ 9 വർഷമായി സാധ്യമാക്കിയതിലെ സുപ്രധാന പങ്ക് കിഫ്ബി വഹിച്ചിട്ടുണ്ട്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവ നവീകരിച്ചത് കിഫ്ബി വഴിയാണ്. ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിലേക്ക് കേരളത്തിന് കുതിക്കാൻ സാധിച്ചതിൽ കിഫ്ബി വലിയ പങ്ക് വഹിച്ചു. റോഡുകൾ, പാലങ്ങൾ, വൻകിട സൗധങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബിയിലൂടെ കേരള ജനതയ്ക്ക് സമ്മാനിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസന മുഖമുദ്രകൾ കാട്ടിത്തരുന്ന കിഫ്ബി എന്നും കേരളത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്.